നമുക്ക് എത്ര വയസ്സായി ഇപ്പോൾ? വയസ്സാ 103. 103 വയസ്സായി. ഏത് വർഷം ജനിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഏത് വർഷം ജനിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ജനുവരി 1922 ജനുവരിയിൽ. അപ്പോൾ ഈ വരുന്ന ജനുവരിയിൽ 103 വയസ്സാവും. 103 ആയി അല്ലേ? എത്ര വർഷമായി ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി? 60 തുടങ്ങിയിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ തന്നെയല്ലേ. എൻ്റെ വാപ്പാൻ്റെ കച്ചവടം തന്നെ, എൻ്റെ വാപ്പാൻ്റെ കച്ചവടം തന്നെ. ഞാൻ 3ാമത്തെ തലമുറയാണ്. എൻ്റെ മക്കളൊക്കെ പോയി കച്ചവടം തന്നെ. അപ്പോൾ തലമുറയായിട്ട് കൈമാറി കൊണ്ടുവരും. അല്ലേ? പണ്ട് കാലമൊക്കെ ഓർമ്മയുണ്ടോ? 1948 നെഹ്റുവിന് മാല കൊടുത്തിട്ടുണ്ട്. എവിടെ വെച്ചിട്ട്? കോട്ടൺ മൈതാനത്ത് നെഹ്റു മേലെ കെട്ടിയിട്ട് 24 മണിക്കൂർ കൊണ്ട് കുട്ടികൾ കെട്ടതൊക്കെ കെട്ടി വിട്ടെന്ന മാല കൊടുത്ത്. അതിന് ഫോട്ടോ ഉണ്ടോ? നെഹ്റുവിൻ്റെ കൂടെയുള്ള ഫോട്ടോ ഉണ്ടോ? ഇല്ല, ആ ഫോട്ടോ ഒന്നുമില്ല. അതൊക്കെ കാലത്തിലായി. 48 1948 ഞാൻ നെഹ്റു മേലെ കെട്ടിയിട്ട് രാത്രിക്ക് കെട്ടിയിട്ട് നേരം വെളുക്കുമ്പോൾ നെഹ്റു വരുന്നുണ്ട് മാലയൊക്കെ കൊടുത്തിട്ട് പോയി. എന്താ മക്കളൊക്കെ എത്ര പേരാ? മക്കളൊക്കെ ഇതന്നെ കച്ചവടം. എൻ്റെ മക്കൾ ഇതന്നെ കച്ചവടം. എൻ്റെ പേരക്കുട്ടികളും ഇതന്നെ കച്ചവടം. ഒക്കെ വളാഞ്ചേരി, കൊപ്പം, അവിടെ കടയിന്. മക്കളൊക്കെ ഓരോ സ്ഥലത്താണ്. മക്കളൊക്കെ വളാഞ്ചേരി, കൊപ്പം നാലാളും അവിടെ തന്നെ കച്ചവടം. 4 ആൾ തന്നെ കച്ചവടം. എൻ്റെ വലിയ മൂത്ത മോള് 72 മാസമായി മരിച്ചിട്ട്. മൂത്ത മോള് ഐശ്വരി മരിച്ചു. അത് പിന്നെ ഞാനിവിടെ ഈ പീഡിനെയും കാത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാണ്ട് എനിക്ക് വേറൊരു ഇതൊന്നുമില്ല. എൻ്റെ പണി ചെയ്യുന്ന എൻ്റെ പണി നോക്കി പോകും. രാവിലെ 6 മണിക്ക് വരും, വൈകുന്നേരത്തെ 6 മണിക്ക് കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകും. തന്നെ വോട്ടിട്ടല്ലേ? പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. എത്രാമത്തെ വോട്ടായിരുന്നു? വോട്ട് എത്രാമത്തായിരുന്നു? വോട്ട് ചെയ്തായിരുന്നു പ്രാവശ്യം? വോട്ട് എത്രാമത്തെ വോട്ടാന്ന് ഓർമ്മയുണ്ടോ? എല്ലാം ആദ്യം മുതൽ ഇതുവരെ വോട്ട് തന്നെ. ഒക്കെ ലീഗിൻ്റെ കാരാണ്. ഞങ്ങൾ ലീഗുകാരാണ്. മുസ്ലിം ലീഗിൻ്റെ മറ്റു പേര് തന്നെ നമ്മളുടെ പേര് തിരിഞ്ഞിട്ടില്ല. വോട്ട് എല്ലാ വോട്ടും ആദ്യം മുതൽ ഇതുവരെയും ചെയ്തിട്ടുണ്ട്. ആദ്യം മുതൽ ഇതുവരെയും വോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും വിട്ടിട്ടില്ല. എല്ലാം UDF. എല്ലാ UDF-നും വോട്ട് ചെയ്തല്ലേ? പ്രാവശ്യം നിങ്ങൾ വോട്ട് ചെയ്ത ആൾ ജയിച്ചല്ലോ. ആർക്ക്? നിങ്ങൾ വോട്ട് ചെയ്ത ആൾ ജയിച്ചല്ലോ പ്രാവശ്യം. എല്ലാം ജയിച്ചിട്ടുണ്ട്. എല്ലാ കാര്യവും ക്ലിയറായിട്ട് ഇതുവരെയും നടന്നിട്ടുണ്ട്. ഇപ്പം നാളത്തെ സംഗതി എന്താണെന്ന് പറയാൻ പറ്റില്ല. പൂവ് എവിടുന്ന് എടുക്കുന്നത്? പൂവൊക്കെ കോയമ്പത്തൂരിന് വരും. മക്കളൊക്കെ അതിൻ്റെ കച്ചവടം. ആവശ്യത്തിന് പഠനക്കും കൊണ്ടുവരും, കെട്ടും പിടിക്കും ഒക്കെ ചെയ്യും. ഭാര്യ എപ്പോഴും ഉണ്ടോ? മാലയാ ഭാര്യ മരിച്ചിട്ട് 15 കൊല്ലായി. ഭാര്യ മരിച്ചിട്ട് 15 കൊല്ലായി. ഉമ്മ മരിച്ചിട്ട് 20 കൊല്ലായി. എൻ്റെ ഉമ്മ മരിച്ചിട്ട്. അതൊക്കെ വലിയ ഇതിലാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ? ആരോഗ്യം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. എല്ലാ ലെവലും ഇരിക്കുന്നുണ്ട്. അയാൾ കുറച്ച് വയസ്സായില്ലേ, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല. നടക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് കച്ചവടമൊക്കെ നടക്കട്ടെ. എൻ്റെ കച്ചവടം എൻ്റെ കച്ചവടം ഞാൻ നോക്കുന്നുണ്ട് ഇതുവരയ്ക്കും. മനസ്സിലായോ? ഇതുവരെ എൻ്റെ കച്ചവടം. എന്തായാലും അമേരിക്കയിൽ നിന്ന് വന്ന ഫോട്ടോ ആണ്. അമേരിക്കയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് ഫോട്ടോ ഒന്ന് കാണിക്കട്ടെ. ഞാൻ ഇത് അമേരിക്കയിൽ നിന്ന് ഫോട്ടോ ആണ്. ഒരു പട്ടർ വന്ന് എടുത്തിട്ട് പോയിട്ട് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു വന്നതാണ്. ഫേമസ് ടോട്ടലല്ലേ? കേരളം മൊത്തം ഫേമസ് ആണ്. ഏകദേശം പാലക്കാട് മൊത്തം നിങ്ങൾ പ്രസിദ്ധമാണ്. പാലക്കാട് മൊത്തം നിങ്ങൾ പ്രസിദ്ധമാണ്. കുറച്ച് ഇതുവരെയും നല്ല സമാധാനത്തിൽ ഇതിലൊന്നും മുടങ്ങാണ്ട് ഇതുവരെ ഞാൻ കാലം കഴിച്ചു കൂട്ടി. ഇത് നാളത്തെ സംഗതി എന്താണ് റബ്ബിനറിയാം.
മനസ്സിലായോ? എല്ലാവരും ഇതന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ, വേറെ വിശേഷിച്ചൊന്നുമില്ല. ഇല്ല. അപ്പൊ എന്തായാലും ഇനിയും കുറെ കാലം ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഇനിയും കുറെ കാലം ആരോഗ്യത്തോടെ ഇരിക്കട്ടെ പറയാം. ഇരിക്കട്ടെ. ശരി എന്നാ.